Boche Gold and Diamonds. Buy now, pay later. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാങ്ക് വഴിയാക്കിയ പുതിയ സർക്കാരിന്റെ നയം അർഹതപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കാനുള്ള തന്ത്രമാണെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA ആരോപിച്ചു. സഹകരണ ബാങ്കാണ് സർക്കാരിന്റെ പ്രശ്നമെങ്കിൽ സർക്കാർ നേരിട്ട് വീടുകളിൽ പെൻഷൻ എത്തിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ ബാങ്ക് വഴി ആളുകളിലേക്ക് എത്തിക്കുമെന്നാണ് പുതിയ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ വീടുകളിൽ വന്ന് പല ആളുകളെയും, പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള ആളുകളടക്കം വീടുകളിൽ എത്തി അല്ലെങ്കിൽ വീടുകൾ അന്വേഷിക്കാതെയും പലപ്പോഴും അവരെ പെൻഷൻ ഒഴിവാക്കുന്ന സ്ഥിതിയുണ്ട്. ഇപ്പൊ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ നിരവധി ആളുകൾക്ക്, വളരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളുടെ പെൻഷൻ ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് സത്യത്തിൽ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം അത് രാഷ്ട്രീയമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പൊ എടുത്തു കളയുന്നത്. പക്ഷെ തത്വത്തിൽ പെൻഷൻ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കേണ്ട പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം, വീടുകളിൽ നിന്ന് പെൻഷന് വേണ്ടി ബാങ്കിൽ വന്നോ എന്ന് നോക്കാൻ സാധാരണ പ്രായമായ ആളുകൾ പോകേണ്ടി വരികയാണെങ്കിൽ, അങ്ങനെ ഒന്നോ രണ്ടോ തവണ അവർ പോയി കഴിഞ്ഞാൽ ആ വണ്ടിക്കൂലി തന്നെ അവരെ പോവുകയും പൈസ വന്നിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പെൻഷൻ പിന്നീട് കിട്ടിയാലും പ്രയോജനമില്ലാത്ത തരത്തിലേക്ക് പോകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരത്തെ ഉള്ളത് കൊണ്ടും പെൻഷൻ കൃത്യമായി വീടുകളിൽ അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് കിട്ടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് 2016 LDF ഗവൺമെന്റ് വന്നപ്പോൾ പെൻഷൻ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ സമയമായി കഴിഞ്ഞാൽ ആളുകൾക്ക് പോയി ബാങ്കിൽ നോക്കണ്ട, ക്യൂ നിൽക്കണ്ട, അവരെ വീട്ടിലെത്തും. ഇന്ന് ആളുകളെ വീണ്ടും ബാങ്കിലേക്ക് പറഞ്ഞയക്കുകയും ബാങ്കിൽ കൃത്യമായി പെൻഷൻ വരാതിരിക്കുകയും ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അർഹതപ്പെട്ടത് ഇല്ലാതെയാക്കാനുള്ള ഒരു തന്ത്രമാണ് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. എന്തായിരുന്നാലും ഇത് വളരെ വളരെ ആവശ്യമുള്ള വീടുകളിൽ എത്തിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ളതാണ് ഗവൺമെന്റ്. അതിനിപ്പോൾ സഹകരണ ബാങ്കാണ് പ്രശ്നം വെച്ചാൽ വേറെ സംവിധാനം ചെയ്തിട്ട് വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ പെൻഷൻ അർഹതപ്പെട്ട ഒരുപാട് ആളുകളെ ഒഴിവാക്കുന്നു എന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും ഈ ഗവൺമെന്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.